കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ നോക്കുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് അറിയുന്ന കാസ്റ്റുകളെ പറ്റിയുള്ളത് നമ്മളൊന്ന് ഇപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കൊക്കെ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അത്തരത്തിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഡെഫിനീഷൻ ഓഫ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Caste can be defined as hereditary endogamous group having a common name, common traditional occupation, common culture, relatively rigid in matters of mobility, distinctiveness of status and forming a signal homogeneous community. ഇപ്പൊ ഇവിടെ ഡെഫിനേഷൻ അതായത് നമ്മുടെ ജാതിയുടെ ഒരു നിർവചനം എന്ന് പറയുന്നത് ഒരു പൊതുനാമം, പൊതുവായ പരമ്പരാഗത തൊഴിൽ, പൊതു സംസ്കാരം, ചലനാത്മകത, പദവിയുടെ വ്യക്തിഗതത, ഒരു ഏകീകൃത സമൂഹം രൂപീകരിക്കൽ, അതാണ് ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് ഓഫ് സ്റ്റാറ്റസ്. പിന്നെ അതുപോലെ തന്നെ ഫോമിംഗ് സിഗ്നൽ ഹോമോജിനിയസ് കമ്മ്യൂണിറ്റി, ഒരു ഏകീകൃത കുടുംബം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ രൂപീകരിക്കൽ, ഒരു കമ്മ്യൂണിറ്റിയെ രൂപീകരിക്കൽ, ഇതൊക്കെ ഒരു ജാതിയുടെ പ്രത്യേകതകളായിട്ടാണ് പറയുന്നത്. കാരണം ഒരു ജാതിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ പദവികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവര് ഒരു ജാതിയിലുള്ള ആളുകൾ തന്നെ ഒരു ഏരിയയിൽ ഒരുമിച്ചായിരിക്കും താമസിക്കുന്നുണ്ടാവുക. നമുക്ക് അറിയാണെങ്കിൽ ശൂദ്രല്ലേ, നമുക്ക് ആ ഒരു ചാതുർവർണ്ണ സിസ്റ്റം അറിയുന്ന കാര്യമാണ് അല്ലെ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രർ എന്ന് പറയുന്ന ആ ഒരു ചാതുർവർണ്ണ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെയൊക്കെ തൊഴിലുകൾ എന്താ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ബ്രാഹ്മിൺസിന്റെ ഏരിയാസ് എന്ന് പറയുന്നത് അത്രത്തോളം ഭയങ്കര അല്ലെ വീണുകൾക്കുള്ള ഭയങ്കര ഒരു സ്ഥലമായിരിക്കും. അവരുടെ എന്ന് പറയുന്നത് ഒരു ഏരിയ ആയിരിക്കും. അതുകൊണ്ടാണ് അതുപോലെ തന്നെ ശൂദ്രന്റെ പറയുന്നത് ഇവരിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കഴിയുന്ന ആളുകളായിരുന്നു ശൂദ്ര വിഭാഗം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ ഹോമോജിനിയസ് കമ്മ്യൂണിറ്റി, അവർക്ക് അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ കാസ്റ്റിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡെഫിനേഷൻ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇറ്റ്സ് ഫീച്ചേഴ്സ് ആർ, എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. അതും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, അതായത് സമൂഹത്തിന്റെ ഗണ്ഡമായ വിഭജനം. സമൂഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഗണ്ഡമായിട്ട് വിഭജിക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഭാഗം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ബ്രാഹ്മിൻസ് ആണ്, ഇവിടെ ക്ഷത്രിയാസ് ആണ്, അവിടെ വൈശ്യാസ് ആണ്, ശൂദ്രാസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തെ വിഭജിക്കുന്നുണ്ട്. പിന്നെ ഹയറാർക്കി, നമ്മളിപ്പോ പറഞ്ഞ ചാതുർവർണ്ണ സിസ്റ്റം. പിന്നെ റെസ്ട്രിക്ഷൻ ഓൺ ഫുഡ്, ഡ്രിങ്കിങ് ആൻഡ് സ്മോക്ക്. അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും മദ്യം ഇതിലൊക്കെ എന്തുണ്ട്, അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അറിയാം ഈ അവർണരായിരിക്കും ഇതുപോലെ ഡ്രിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ മറ്റു കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ എൻഡോഗമി, എൻഡോഗമി എന്താന്നുള്ളത് നമ്മൾ പണ്ട് ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്വഗണ വിവാഹം അല്ലെ, ഒരേ കാസ്റ്റിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്ന രീതിയാണ് എൻഡോഗമി. പിന്നെ പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ഇൻ കസ്റ്റം, ഡ്രസ് ആൻഡ് സ്പീച്ച്. അതുപോലെ തന്നെയാണ് ആചാരം, വസ്ത്രധാരണം, സംസാരം എന്നിവയിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കോൺഫ്ലിക്ട് റിസോൾവിംഗ് മെക്കാനിസം. കോൺഫ്ലിക്ട് റിസോൾവിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് വൈരുദ്ധ്യം പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ തമ്മിൽ ഏത് നേരം എന്തുണ്ടാവും, ഒരുപാട് കോൺഫ്ലിക്റ്റ്, ബ്രാഹ്മൺസും ശൂദ്രാസും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റും സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, റിസോൾവ് ചെയ്യുന്ന ഒരു രീതി. പിന്നെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാസ്റ്റ് സിസ്റ്റത്തിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ അത് എന്താന്നൊക്കെ എഴുതാനായിട്ട് നമ്മുടെ അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ള ആ ഒരു ശുദ്ധിയും മലിനീകരണം എന്നുള്ള കാര്യത്തിൽ വരുന്നത്. നമുക്കറിയാൻ പറ്റും ശൂദ്രാസ് ബ്രാഹ്മിൻസിന്റെ അടുത്തുകൂടി പോകാനായിട്ട് പാടില്ല. അവർക്ക് അവർ യൂസ് ചെയ്ത പൊതു കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മൂടുമായിരുന്നു, കുറിച്ച് മൂടുമായിരുന്നു. അങ്ങനത്തെ പല പ്രവൃത്തികളും പണ്ട് കാലത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉദാഹരണമായിട്ടൊക്കെ എഴുതാനായിട്ട് പറ്റും. സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്റ്റെബിലിറ്റീസ് ആൻഡ് പ്രിവിലേജ് ഓഫ് ഫ്യൂ സെക്ഷൻസ്. അതിന് മുന്നേ ഒക്യുപേഷണൽ അസോസിയേഷൻസ് ഉണ്ടല്ലേ, അതായത് തൊഴിൽപരമായ ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ തൊഴിലിനും എന്തുണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ
ഒക്യുപ്പേഷനോ കാര്യങ്ങളും ഉണ്ട്. പിന്നെ പറയുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്റ്റെബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഫ്യൂ സെക്ഷൻസ്. ചില വിഭാഗങ്ങളുടെ സാമൂഹികവും മതപരവുമായ സ്ഥിരതയും അംഗീകാരവും അവിടെ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചില റിലീജിയസിന് എന്തുണ്ടായിരുന്നു, അതുപോലെ ചില കാസ്റ്റിന് എന്തുണ്ടായിരുന്നു, പ്രത്യേക അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസിനൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള കൂടുതൽ അധികാര പരിധിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റിസം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശുദ്ധിയും മലിനീകരണം എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേ ആർ ജഡ്ജഡ് ഇൻ ടേം ഓഫ് ഡീഡ്സ്, occupation, language, dress patterns, as well as food habits. അപ്പൊ അവരുടെ തൊഴില്, കർമ്മങ്ങള്, ഭാഷ അല്ലെ, ഭാഷ, വസ്ത്രധാരണ രീതി, ഭക്ഷണശീലങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് നമ്മൾ വ്യത്യസ്തമായിട്ടില്ല, അവരെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അത് ഒരു പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനും എന്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്, അതാണ് ഞാൻ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി. ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. വർണ്ണ സിസ്റ്റം came to be existent from the Vedic period, but it was in the later Vedic period it became more rigid and the system of untouchability came into being. അപ്പൊ വൈദിക കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്, വർണ്ണ സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീടുള്ള വേദ കാലഘട്ടത്തില് അത് കൂടുതൽ കർക്കശമാവുകയും തൊട്ടുകൂടായ്മ സമ്പ്രദായം എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് എന്ത് വരുന്നത്, ഈ ഒരു തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി ഒക്കെ വരുന്നത്. ജാതീസ് emerged around 2nd century BC to 1st century AD due to the existence of diversified occupations. അപ്പൊ ജാതി എമേർജ് ചെയ്യുന്നത്, അതായത് ജാതി വരുന്നത് 2nd century BC മുതൽ ആ സമയത്താണ്. 1st century AD ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, 1ാം നൂറ്റാണ്ടിലെ ആ ഒരു സമയത്താണ് നമ്മുടെ ജാതീസ് എമേർജ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ഉത്ഭവിക്കുന്നത്. അത് മെയിൻ ആയിട്ടും വിവിധ തരത്തിലുള്ള ജോലി, ഒക്യുപ്പേഷന്റെ ആ ഒരു തരത്തിലാണ് ഒരു ജാതീസിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നത്. വർണ്ണ സിസ്റ്റം ഈസ് ദി ടെക്സ്റ്റൽ മോഡൽ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ജാതി ഈസ് ദി കണ്ടക്സ്റ്റൽ വ്യൂ ഓഫ് ഇറ്റ്. വർണ്ണ സമ്പ്രദായം ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പാഠമാതൃകയാണെങ്കിൽ ജാതി അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ജാതി എങ്ങനെയാണ്? There are only 4 varnas where various jadis are around 4000. അപ്പൊ വർണ്ണാസ് എന്ന് പറയുന്നത് എന്താണ്, അത് 4 എണ്ണേ ഉള്ളൂ അല്ലെ, 4 തരത്തിലുള്ള വർണ്ണേ ഉള്ളൂ. പക്ഷെ ജാതിസ് എന്ന് പറയുന്നത് 4000-ഓളം ഉണ്ട്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. The Varna had pan-Indian hierarchy, various Jati had diversified hierarchies. അപ്പൊ വർണ്ണ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ ഹൈറാർക്കിയാണ്, ശ്രേണീകരണമാണ്. പക്ഷെ എങ്ങനെയാണ് ജാതി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ശ്രേണീകരണം വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. സെക്യുലർ ക്രൈറ്റീരിയ ആർ ഫൗണ്ട് ജാതി സിസ്റ്റം. അപ്പൊ അതിനൊരു സെക്യുലർ ക്രൈറ്റീരിയ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് മതേതര മാനദണ്ഡങ്ങൾ എന്തിനുണ്ട്, ജാതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇൻ ജാതി സിസ്റ്റം അൺടച്ചബിൾസ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇറ്റ്, while in varna system it is not. അപ്പൊ ജാതി സിസ്റ്റത്തിന് എന്തുണ്ടെന്ന് അവിടെ തൊട്ടുകൂടാത്തവർ അല്ലെ, അതിന്റെ അവിഭാജ്യ ഘടകമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ വർണ്ണ സിസ്റ്റത്തിൽ എന്തില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. ഈ ഒരു എന്താ പറയാ, ഈ ഒരു അൺടച്ചബിൾസ് അതുപോലുള്ള കാര്യങ്ങളും ഇല്ല, തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. ഇൻ ജാതി സിസ്റ്റം ഓക്കെ, in varna system a person's status cannot be remained, but in jati system it is changeable as is socio-economic conditions change. പിന്നെ പറയുന്നത് വർണ്ണ സിസ്റ്റം എങ്ങനെയാണ്, ഒരാളുടെ പേഴ്സണൽ സ്റ്റാറ്റസിനെയാണ് ആ ഒരു വർണ്ണ സിസ്റ്റത്തിൽ നോക്കുന്നത്. പക്ഷെ ജാതി സിസ്റ്റത്തിൽ എങ്ങനെയല്ല, സോഷ്യോ എക്കോണമിക് കണ്ടീഷനിലൊക്കെ അല്ലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ആ സാഹചര്യങ്ങൾ അല്ലെ, സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജാതി വ്യവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർണ്ണ വ്യവസ്ഥയിൽ എന്തില്ല, അത്തരത്തിലുള്ള ഒരു മാറ്റം ഇല്ല. അതാണ് വർണ്ണവും ജാതിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. നമ്മളിപ്പോ ചാതുർവർണ്ണ അല്ലെ, 4 വർണ്ണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ജാതികൾ അല്ലെ, വർണ്ണങ്ങൾ പറയുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയൻ അല്ലെ, ശൂദ്ര, വൈശ്യർ, ശൂദ്ര എന്ന് പറയുന്നതാണ് 4 എണ്ണം എന്ന് പറഞ്ഞു അല്ലെ. മറ്റേത് 4000-ഓളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. അതൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസം, അതായത് ജാതിയും വർഗവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്.
നമ്മൾ എപ്പോഴും പറയില്ല ക്ലാസ് ആണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കണോ, അത് അവൻ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തി ക്ലാസ് ആണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയില്ല. ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഒരു വർഗം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. While a caste is hereditary, class is non hereditary. അപ്പൊ ജാതി എന്ന് പറയുന്നത് പാരമ്പര്യമാണ് അല്ലെ, പക്ഷേ ക്ലാസ് വർഗം എന്ന് പറയുന്നത് പാരമ്പര്യമല്ല. ക്ലാസ് സിസ്റ്റം allows both exogamy and endogamy, permits mobility either up or down in the system. അപ്പൊ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് വർഗം എന്ന് പറയുന്ന രീതി, അതിൽ എന്ത് വരുന്നുണ്ട്? എൻഡോഗമസ്, എക്സോഗമസ്. സ്വഗണ വിവാഹം അതിൽ ഉൾപ്പെടും. പിന്നെ എന്ത് വരുന്നുണ്ട്? ബഹുഗണ വിവാഹം അല്ലെ, മറ്റു മതത്തിൽ നിന്നൊക്കെ വിവാഹം ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് മൊബിലിറ്റി, അതായത് ചലനാത്മകത സാധ്യതയാണ്. ചിലപ്പോൾ ഉയർന്ന തലത്തിലേക്കാവാം അല്ലെങ്കിൽ താഴ്ന്ന തലത്തേക്കാവാം. ആ ഒരു ചലനാത്മകതയും എവിടെയുണ്ട്? വർഗത്തിലുണ്ട്, സാധ്യമാണ്. This class is primarily based on socio-economic crisis. അപ്പൊ മെയിൻ ആയിട്ടും ക്ലാസ്, അതായത് വർഗം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക ആ ഒരു പ്രതിസന്ധിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഒന്നുകിൽ മുകളിലേക്ക് കയറി പോകാം അല്ലെങ്കിൽ താഴ്ന്നു പോകാം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ സാമൂഹ്യ സാമ്പത്തിക രീതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് വർഗം എന്ന് പറയുന്നത്. There are 3 major classes found. അപ്പൊ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ക്ലാസ്സസ്, വർഗങ്ങളാണുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഏറ്റവും ഉയർന്നതായിരിക്കും അപ്പർ അല്ലെ. ഈച്ച് ക്ലാസ് ഇസ് ഡിവൈഡഡ് ഇൻ 2 ഡിവിഷൻ. അതിനെ തന്നെ എന്ത് ചെയ്യുന്നത്? നമ്മൾ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ ആൻഡ് ലോവർ അപ്പർ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പർ മിഡിൽ ആൻഡ് ലോവർ മിഡിൽ, പിന്നെ അപ്പർ ലോവർ ആൻഡ് ലോവർ അല്ലെ. ലോവർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അത്രത്തോളം താഴ്ന്ന ആളുകളെയാണ് അല്ലെ അങ്ങനെ പറയുന്നത്. അപ്പൊ അത് ഒരു എക്കോണമിക്കലി ബേസിലാണ്. കാസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ സെക്യുലർ മീൻസ്, വൈൽ ക്ലാസ് ഈസ് ബേസ്ഡ് ഓൺ നോൺ സെക്യുലർ. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, കാസ്റ്റ് എന്ന് പറയുന്നത് മതേതര അധിഷ്ഠിതമാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ക്ലാസ്, അതായത് വർഗം എന്ന് പറയുന്നതിന് മതേതര അധിഷ്ഠിതമല്ല. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വർഗം, എന്താണ് കാസ്റ്റ്? കാസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് എന്താ എന്നുള്ള കാര്യവും വർണ്ണ സിസ്റ്റം എന്താന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ചിലപ്പോ അങ്ങനെയൊക്കെ ഫോംവർക്കിന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ചേഞ്ചസ് ഇൻ ദി കാസ്റ്റ് സിസ്റ്റം. ഇതൊരു എസ്സേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേഞ്ചസ് ഇൻ ദി കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത്. നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിന്റെ പ്രാധാന്യം കുറയാനുള്ള റീസൺസ് എന്താ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റത്തിൽ വരുന്നത്. എപ്പോൾ മുതലാണ് ഈ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയത്, അതിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ, അതായത് സംസ്കൃതവൽക്കരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. അതെങ്ങനെയാണ്, എന്തായിരുന്നു ഈ ഒരു സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനി പേഴ്സൺസ് ഓഫ് ലോവർ കാസ്റ്റ് കുഡ് അഡാപ്റ്റ് ടു ബിഹേവിയർ പാറ്റേൺ, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് ഹൈ കാസ്റ്റ് ആൻഡ് ക്ലെയിം ദി മെമ്പർഷിപ്പ് ഓഫ് ദി കാസ്റ്റ്. അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ഏതൊരു വ്യക്തിക്കും പെരുമാറ്റ രീതി, ജീവിത ശൈലി, ഉയർന്ന ജാതിയുടെ സംസ്കാരം എന്നിവയുമായി പൊരുത്തപ്പെടാനും ജാതിയുടെ അംഗത്വം അവകാശപ്പെടുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിയിൽ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക? ഇമിറ്റേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന അതേപോലെ അവരുടെ ഒരു സംസ്കാരത്തെ എന്ത് ചെയ്യുക? ഇമിറ്റേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സംസ്കൃതവൽക്കരണം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. This process of Sanskritization was not applicable to the untouchable, but only to middle class. അപ്പൊ അത് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവർക്ക് ഇത് അനുവദനീയമായിരുന്നില്ല. മിഡിൽ ക്ലാസ്സുകാർക്കായിരുന്നു എന്ത് ഇത് അനുവദനീയമായിട്ടുണ്ടായിരുന്നത്. The lengthy process of Sanskritization requires the lower caste to have a touchable status, better economic condition should make a claim to the membership to the higher caste by propagating myth or story. സംസ്കൃതവൽക്കരണത്തിന്റെ ഒരു ദൈർഘ്യമേറിയ പ്രക്രിയക്ക് താഴ്ന്ന ജാതിക്കാർക്ക് സ്പർശിക്കാവുന്ന പദവിയും മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യവും ഉണ്ടായിരിക്കണം. ഒരു മിഥ്യയോ കഥയോ പ്രചരിപ്പിച്ച് ഉയർന്ന ജാതിയിലെ അംഗത്വം അവകാശവാദം ഉന്നയിക്കേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ എന്തെങ്കിലും ഒരു മിത്തോ സ്റ്റോറിയോ വെച്ചിട്ട് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന്മാര് ഇങ്ങനെയായിരുന്നു, ഇതിലായിരുന്നു, അതിനുശേഷം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു മിത്ത് അല്ലെ,
ഞങ്ങളും ബ്രാഹ്മിൺസിന്റെ ആ ഒരു ഇതിൽ ഉള്ള ആളുകളായിരുന്നു. അപ്പൂപ്പൻ എന്റെ അല്ലെങ്കിൽ അമ്മൂമ്മയോ ആരെങ്കിലും ഒക്കെ ഒരു ബ്രാഹ്മണനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതാണ് ഇങ്ങനെ താഴ്ന്ന വിഭാഗമായിട്ട് മാരേജ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിത്ത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതിന് എന്തെങ്കിലും ഒരു മിത്തോ കാര്യങ്ങളോ എന്ത് ചെയ്യാനായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക്, അതായത് നമ്മൾ പറഞ്ഞില്ലേ അൺടച്ചബിൾസിന് ഇത് അനുവദനീയമല്ല, അവർക്ക് അത് അനുവദനീയമാക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മിത്തോ സ്റ്റോറി അവർക്ക് അവിടെ അവതരിപ്പിക്കണമായിരുന്നു. This is lengthy growth process of which leads to position non-structural change. അപ്പൊ ഇത് ഘടനാപര മാറ്റത്തിന് സാധ്യമല്ല, സ്ഥാപനപരമായ മാറ്റത്തിലേക്കാണ് ഈ ഒരു സംസ്കൃതവൽക്കരണം നയിച്ചിട്ടുണ്ടായിരുന്നത്. ഘടനാപരമായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ അവർ എന്നും എന്താണ് ശൂദ്രാസ് അല്ലെങ്കിൽ വൈശ്യാസ് തന്നെയാണ്, അതിൽ നിന്ന് അവർക്ക് മാറാനായിട്ട് പറ്റില്ല. പക്ഷെ എവിടെ മാറാനായിട്ട് പറ്റും, സ്ഥാപനപരമായ അവരുടെ ആ ഒരു പൊസിഷനിലൊക്കെ അല്ലെ, അവരുടെ ജോലിയിൽ ഒക്കുപേഷനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു ചേഞ്ച് സാധ്യമായിരുന്നു. അതായത് സംസ്കൃതവൽക്കരണം. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. പിന്നെ വരുന്നതാണ് വെസ്റ്റേണൈസേഷൻ. നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വേർഡാണ് അല്ലെ, പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. നമ്മള് ബ്രിട്ടീഷുകാരൊക്കെ അല്ലെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മളെയൊക്കെ പാശ്ചാത്യവൽക്കരിച്ചിട്ട് പോയില്ലേ. നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ കുറെ കാര്യങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുമായിട്ട് അല്ലെ. അപ്പൊ ഇൻഡിക്കേറ്റ്സ് അഡാപ്റ്റിംഗ് ടു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ലിവിംഗ്, ലാംഗ്വേജ് പാറ്റേൺസ് ഓഫ് ലൈഫ്, ഡ്രസ്സിങ് ആൻഡ് ബിഹേവിയർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ ഭാഷ അല്ലെ, നമ്മുടെ ഭാഷ അതുപോലെ അവരുടെ ജീവിത രീതി, അവരുടെ വസ്ത്രധാരണ രീതി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, ദത്തെടുത്തിട്ടുണ്ട്. ദി ഹയർ കാസ്റ്റേഴ്സ് were the first to westernise, followed by the lower caste. അപ്പൊ ഹയർ കാസ്റ്റ്, ആദ്യം ഹയർ കാസ്റ്റുകാരായിരുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു പാശ്ചാത്യവൽക്കരണത്തിൽ തുടക്കക്കാർ. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ കാസ്റ്റുകാർ, അതായത് താഴ്ന്ന ജാതിക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. Now this is a feature of urban areas. ഇനി എന്തൊക്കെയായിരുന്നു അർബൻ ഏരിയാസില്, നഗരപ്രദേശങ്ങളിലെ ഈ ഒരു വെസ്റ്റേണൈസേഷന്റെ, അതായത് പാശ്ചാത്യവൽക്കരണത്തിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം. റാഷണൽ ഔട്ട്ലുക്ക്, അപ്പൊ യുക്തിസഹമായ ഒരു വീക്ഷണം അതിനുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഇൻ മെറ്റീരിയൽ പ്രോഗ്രസ്, ഭൗതിക പുരോഗതിയിലായിരുന്നു അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. റിലയൻസ് ഓൺ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് മീഡിയ, അപ്പൊ ഈ ആധുനിക ആശയവിനിമയത്തിന്റെയും മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആശ്രയിക്കുന്നുണ്ടായിരുന്നു പാശ്ചാത്യവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട്, ആളുകളെയൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് മാസ് മീഡിയക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ, അപ്പൊ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തില് ആളുകളൊക്കെ കൂടുതലും സപ്പോർട്ട് ചെയ്ത്. ഇന്നും അതിനൊരു മാറ്റമില്ല അല്ലെ, ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയാണ് ചേർത്തുന്നത് അല്ലെ, അതിനൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഹൈ സോഷ്യൽ മൊബിലിറ്റി, ഉയർന്ന സാമൂഹിക ചലനാത്മകത എന്ത് സാധ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാശ്ചാത്യവൽക്കരണം അർബൻ ഏരിയാസിലുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോഡേണൈസേഷൻ. അപ്പൊ ഇനി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ, ആധുനികവൽക്കരണം എന്ന് ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. This is a process which primarily relies on scientific outlook, rational attitudes, high social mobility, mass mobilization, empathy and belief in liberty, equality and fraternity, high level of motivation to do everything in perfection, specialization and super specialization in work, active participation and dealing with complex organizations. അപ്പൊ എല്ലാ വിഭാഗങ്ങളിലും എന്തുണ്ടെന്ന് പറയുന്നത്, ഈ ഒരു ആധുനികവൽക്കരണം സാധ്യമാണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളുണ്ട്, പ്രാഥമികമായ ശാസ്ത്രീയ വീക്ഷണമുണ്ട് അല്ലെ, പിന്നെ യുക്തിസമായ മനോഭാവങ്ങളുണ്ട്, ഉയർന്ന സാമൂഹിക ചലനാത്മകത സാധ്യമാണ്, ബഹുജന സമാഹരണം, സഹാനുഭൂതി, സ്വാതന്ത്ര്യം, സമത്വം, എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഈ ഒരു മാറ്റം ആധുനികവൽക്കരണം സാധ്യമാണ്. This requires changes in institutional, structural, attitudinal and organizational aspects at the social, cultural and personal life. അപ്പൊ സാമൂഹികവും സാംസ്കാരികവും ഘടനാപരവുമായ മനോഭാവവും സംഘടനാപരവുമായ വശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. Our caste system has gradually been adapted to modernization by providing education to the people and living in modern outlook. അല്ലെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ഉള്ള ആ ഒരു പ്രാധാന്യം കുറഞ്ഞത് തന്നെ എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു ജീവിത ചുറ്റുപാടുകളിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ, എഡ്യൂക്കേഷന് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ലഭിച്ചപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഒരു മോഡേൺ ഔട്ട്ലുക്കിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് ആ ഒരു വേണ്ട പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. മോഡേണൈസേഷന് പാശ്ചാത്യം അല്ലെ.
വെസ്റ്റേണൈസേഷനൊക്കെ ഇന്ത്യൻ അതിന് ഉദാഹരണമായിട്ട് പറയാം. അദ്ദേഹത്തെ എല്ലാ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കുറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡൊമിനന്റ് കാസ്റ്റ്. ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത് ശ്രേഷ്ഠ ജാതി അല്ലെങ്കിൽ പ്രബല ജാതി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചിലപ്പോൾ ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്പറേറ്റ് ചോദിക്കും. അല്ല ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റത്തിൽ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതാം. ദിസ് കോൺസെപ്റ്റ് ഡൊമിനന്റ് കാസ്റ്റ് എമർജ്ഡ് ഇൻ ദി 20th century. അപ്പൊ 20ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രബല ജാതി ഉയർന്നു വന്നിട്ടുള്ളത്. This means that some castes are economically and politically superior to some and virtually rules the others. അപ്പൊ അവർ സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടും മറ്റ് ജാതികളെ റൂൾ ചെയ്യാനായിട്ട് അല്ലെ ഭരിക്കാനായിട്ട് കഴിവുള്ള ഒരു വിഭാഗത്തെയാണ് നമ്മൾ പ്രബല ജാതി അല്ലെങ്കിൽ ഡൊമിനന്റ് കാസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് നോക്കാം. ലാർജ് ലാൻഡ് ഹോൾഡിംഗ് ഇൻ ദി ഏരിയ വിത്ത് ഗുഡ് എക്കോണമിക് കണ്ടീഷൻ. അപ്പൊ അവർക്ക് എന്തുണ്ട് നല്ലൊരു എക്കോണമിക് കണ്ടീഷൻ അല്ലെ ഭൂസ്വത്തൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഭൂമിയൊക്കെ ഒരു വലിയ ഭൂമിയൊക്കെ കൈവശമുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ഡൊമിനന്റ് കാസ്റ്റുകൾ. പൊളിറ്റിക്കലി ഡൊമിനന്റ് ആൻഡ് ഈസ് വോട്ട് ബാങ്ക്. അപ്പൊ പണ്ടൊന്നും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ, ചില വിഭാഗക്കാർക്ക് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള വോട്ട് ചെയ്യാൻ വോട്ട് ബാങ്ക് അല്ലെ, വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ കഴിവുള്ള ആ ഒരു വിഭാഗക്കാർ. അപ്പൊ പൊളിറ്റിക്കലി ഡൊമിനന്റ് ആണ്, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. ഹാവ് ലാർജ് പോപ്പുലേഷൻ. അപ്പൊ വലിയൊരു പോപ്പുലേഷനിലെ രാജ്യ പോപ്പുലേഷൻ ജനസംഖ്യയിലെ ഏറ്റവും മുന്നിൽ അവരാണ്. ഹൈ റിച്വൽ സ്റ്റാറ്റസ്. അവർക്ക് ആചാരപരമായ ഒരു പദവി ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവാ, അതിൽ ആകർഷിതരായ ആളുകളായിരിക്കും. ഹാവിങ് എ ട്രഡീഷൻ ഓൺ അഗ്രികൾച്ചർ. അവരുടെ ആ ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത് എന്താണ്, പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ഹാവിങ് എ ട്രഡീഷൻ ഓഫ് വയലൻസ്. അതുപോലെ തന്നെ എന്തുണ്ട് അവരുടെ മറ്റൊരു പാരമ്പര്യമാണ് വയലൻസ്, അക്രമം അല്ലെ. കാരണം മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, റൂൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വയലൻസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വയലൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അക്രമത്തിന്റെ പാരമ്പര്യം ആർക്കുണ്ട്, ഒരു ഡൊമിനന്റ് കാസ്റ്റുകാർക്ക് ഉണ്ട്. നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ. നമ്മൾ പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒരുമിച്ച് പറയുന്ന 2 വേർഡുകളാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ. അതായത് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും. അപ്പൊ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് റിസൾട്ടഡ് ഇൻ ദി മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ടു ദി ഇൻഡസ്ട്രിയൽ അർബൺ ഏരിയാസ് ഇൻ ലാർജ് ലെവൽ. അപ്പൊ ആളുകളൊക്കെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ 19ാം നൂറ്റാണ്ടിൽ തുടങ്ങിയപ്പോൾ, വ്യവസായങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ മെയിനായിട്ട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അർബൺ നഗരപ്രദേശങ്ങളിലായിരുന്നു. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളൊക്കെ എന്ത് ചെയ്തു, ജോലിക്കായിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ രീതിയിലുള്ള ഈ ഒരു മൈഗ്രേഷനെയാണ് നമ്മൾ അർബണൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു ദി പ്രാക്ടീസ് ദി കാസ്റ്റ് സിസ്റ്റം എമംഗ് സച്ച് പോപ്പുലേഷൻ. അപ്പൊ എന്താ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം അങ്ങനെ കുറയുകയാണ്. കാരണം എല്ലാ ആളുകളും ഒരുമിച്ച് ഒരു സ്ഥലത്തില്ല നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ കുടിയേറിയപ്പോൾ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കുറയാണ്. അത് പ്രാക്ടീസ് ചെയ്യാനൊന്നും ആ ഒരു ഡിഫിക്കൽട്ട് ഉണ്ടാവാണ്. There are more public spaces where it was difficult to maintain the caste system. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാസ്റ്റ് സിസ്റ്റം ഒക്കെ അല്ലെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ. പബ്ലിക് സ്പേസസിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ആർക്കും പറ്റുന്നില്ല. കാരണം പല കാസ്റ്റിലുള്ള ആളുകൾ ഒരുമിച്ച് അവരുടെ തൊഴിലിന് വേണ്ടിയിട്ടില്ല വന്ന് താമസിക്കുകയാണ്. ഹെൻസ് ദിസ് വാസ് മെയ്ഡ് മോർ ഫ്ലെക്സിബിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വഴക്കമുള്ളതായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അർബണൈസേഷനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമാണ് അർബണൈസേഷൻ നഗരവൽക്കരണം സംഭവിച്ചിട്ടുള്ളത്. ഇനി പറയുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. എന്താണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്നുള്ളത്? ത്രൂ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് പഞ്ചായത്തി രാജ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് have been implemented at the village with seat reservation for the lower caste. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമയമാണ് അത്. അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്, പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ആർക്ക് റിസർവേഷൻ നൽകുന്നുണ്ട്, താഴ്ന്ന ജാതിക്കാർക്ക് റിസർവേഷൻ നൽകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു താഴ്ന്ന ജാതിക്കാരന്റെ ദിസ് ഇസ് എംപവേഴ്സ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശാക്തീകരണം അല്ലെ, താഴ്ന്ന ജാതിക്കാരുടെ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു
ജനാധിപത്യ വികേന്ദ്രീകരണത്തിലൂടെയാണ്. അതായത് ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റൊക്കെ റിസർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ശാക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എസ് എ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി വരുന്നത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്താണ്? These two are related from the time of their origin. അപ്പൊ ഇവ രണ്ടും അവരുടെ ഉത്ഭവകാലം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. Now caste has become vote bank and can control the political aspects of a region. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്ക് ആയിട്ട്, ഞങ്ങളുടെ കാസ്റ്റിലുള്ള ആളുകളാണ്, നമ്മുടെ കാസ്റ്റിലുള്ള ആളുകളാണ്, അപ്പൊ ഇയാൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോട്ട് ബാങ്ക് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. This has been both a boon and curse to the people. അപ്പൊ ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ വശങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് അനുഗ്രഹവും ശാപവുമാണ്. അതാണ് ബോത്ത് ബൂൺ ആൻഡ് കേഴ്സ് എന്ന് പറയാനുള്ള കാരണം. എന്ത് ചെയ്യുന്നു, ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ ജാതിക്ക് അവരുടെ ഒരു കാസ്റ്റിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട സമയത്ത് അവർക്ക് ഗുണമാണ്, അവരുടെ ഒരു ജാതിയെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. But if the lower caste stands high in the population, they will be like more politically empowered and be more influential. അപ്പൊ ലോവർ കാസ്റ്റുകാരായിരുന്നു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു രാഷ്ട്രീയപരമായ ശാക്തീകരണമൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻ ദി സെയിം വേ, ഇഫ് ദി ഹയർ കാസ്റ്റ് ആർ മോർ ഓൺ പോപ്പുലേഷൻ, their influence became higher always. അപ്പൊ അതുപോലെ തന്നെ ഉയർന്ന നിലയിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഒന്നും കൂടി കൂടുതൽ ഉയര് മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് അവർ അവിടുന്ന് താഴ്ന്ന പൊസിഷനിലേക്ക് വരുന്നില്ല. പക്ഷെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഒന്നും കൂടി ഉയരുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ബെറ്റർ എഡ്യൂക്കേഷൻ, മാസ് അവയർനെസ് ക്യാമ്പയിൻ ആൻഡ് ഗുഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് would ensure smooth passage towards progressive society. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, മാസ് അവയർനെസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, നല്ല ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയവും കാസ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ കാരണം ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് റിസർവേഷൻ സീറ്റൊക്കെ റിസർവ് ചെയ്യുന്നു അല്ലെ, അതുപോലെ എന്തിന്റെ ശാക്തീകരണം അവിടെ സാധ്യമാണ്. ഇനി പറയുന്നത് കാസ്റ്റ് ആൻഡ് എക്കോണമി. അപ്പൊ ജാതിയും സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്, വ്യത്യാസമല്ല കണക്ഷൻ എന്താണ്? Traditionally, it has been said that caste system was functional for the society, particularly in the economic sense. അപ്പൊ പരമ്പരാഗതമായി ജാതി വ്യവസ്ഥ സമൂഹത്തിന് പ്രത്യേകിച്ച് സാമ്പത്തിക അർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. The higher caste people were masters, whereas the lower caste were their servants. അപ്പൊ എല്ലാം അന്ന് എന്തായിരുന്നു, നമ്മുടെ ഹയർ കാസ്റ്റുകാരായിരുന്നു മാസ്റ്റേഴ്സ്, ഇവരെയൊക്കെ ഭരിച്ചിരുന്ന ആളുകൾ എന്ന് പറയാം. ഇവര് ലോവർ കാസ്റ്റുകാർ എന്നും സെർവൻസ് ആയിട്ട് അല്ലെ, അവിടെ ആ ഒരു തൊഴിലൊക്കെ ചെയ്തിരുന്ന ആളുകളായിട്ടായിരുന്നു സേവിക്കുന്നവർ അല്ലെ. മറ്റു 3 പേരെയും നമ്മൾ അറിയാം അല്ലെ, മറ്റു 3 വിഭാഗക്കാരും സേവിക്കലാണ് ഇവരുടെ ഡ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇവര് സേവിക്കൽ മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ അവർക്ക് അതിൽ നിന്നും ആ ഒരു മാറ്റമൊന്നും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്കോണമിക്കൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു, കാര്യക്ഷമമായിരുന്നില്ല എന്ന് നമുക്ക് പറയപ്പെടേണ്ടി വരും. പ്രവർത്തനക്ഷമമായിട്ട് തന്നെയായിരുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നത്. Later, with the introduction of market economy and more democratic ideas, the system of work had reduced and now this is absent in remote village. പിന്നീട് എന്ത് വന്നു, പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോ ഒരു എക്കോണമിയിലൊക്കെ മാർക്കറ്റ് ഒക്കെ അല്ലെ ഒന്നും കൂടി ഡെവലപ്പ് ആയപ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ട്, മാർക്കറ്റ് എക്കോണമിക്ക് ഇൻട്രൊഡക്ഷൻ ആയപ്പോ അല്ലെ തുടങ്ങി വെച്ച സമയത്ത് ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ഉള്ള അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പോയി. കാരണം എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യാണ് അല്ലെ, അവർക്കൊക്കെ പണം മതി അല്ലെ, ജീവിക്കാനുള്ള പണം മതി. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ നിന്നും ആ ഒരു കാസ്റ്റ് എന്നുള്ള, ഞങ്ങളുടെ ജാതി എന്നുള്ള ഒരു ഇതൊക്കെ എല്ലാവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയി എന്ന് പറയാം. അപ്പൊ ചെറിയ വില്ലേജുകളിൽ പോലും എന്ത് ചെയ്യില്ല, ആ ഒരു സമയത്ത് കാസ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല എന്നായിരുന്നു പറയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണെങ്കിലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ, നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പഠിച്ച് മാർക്ക് വാങ്ങണം, വലിയ ആളുകൾക്കാണെങ്കിൽ ജോലിയിലും വീണ്ടും അയച്ചും കിട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ, അത്തരത്തിലുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ജാതിക്കൊന്നും എന്ത് ചെയ്യുന്നില്ല എന്നും നമ്മൾ ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് നമ്മളല്ലേ. അതുകൊണ്ട് നമ്മളെ സെക്യുലേഴ്സ് അല്ലെ, നമ്മളൊരു സെക്യുലർ ഇന്ത്യ ആണ്, മതേതര രാഷ്ട്രമാണ് എന്നൊക്കെ ഇന്ത്യയെ വിശേഷിപ്പിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ അതൊന്നുകൂടി ബോധ്യപ്പെടുത്താൻ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളും
ഇന്ന് കാസ്റ്റ് സിസ്റ്റത്തിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളും ആ ഒരു ചേഞ്ചസ് ഓക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ചസ് ഇൻ ദി കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? സാൻസ്ക്രിറ്റൈസേഷൻ സംസ്കൃതവൽക്കരണം, വെസ്റ്റേണൈസേഷൻ പാശ്ചാത്യവൽക്കരണം, മോഡേണൈസേഷൻ ആധുനികവൽക്കരണം, ഡൊമിനന്റ് കാസ്റ്റ് പ്രബല ജാതി, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അതായത് ജനാധിപത്യ വികേന്ദ്രീകരണം, കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ജാതിയും രാഷ്ട്രീയവും, കാസ്റ്റ് ആൻഡ് എക്കോണമി ജാതിയും സമ്പദ് വ്യവസ്ഥയും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.